അവിടെ എൻ്റെ അമ്മ എന്നോട് അങ്ങനെ പെരുമാറുമ്പോൾ ഇവിടെ വേറൊരമ്മ എന്നെ സ്വന്തം മകളെ പോലെ കാണുന്നു. പിന്നെ പിന്നെ വീട്ടിലേക്ക് പോകുന്നത് പോലും ഇഷ്ടമില്ലാതെയായി. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പരിചയമില്ലാത്ത ഒരു വണ്ടി കിടക്കുന്നത് കണ്ടു. ആരാണെന്ന് നോക്കാനായി വീട്ടിലേക്ക് കയറാൻ പോയപ്പോൾ അമ്മയ്ക്കൊപ്പം പരിചയമുള്ള ഒരാളുടെ ശബ്ദം ഞാൻ കേട്ടു. അതാരാണെന്ന് നോക്കിയപ്പോൾ അഭി. അവർ എന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കാനായി ഞാൻ അവിടെ തന്നെ നിന്നു. ഒരു ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ശരീരം മുഴുവൻ മരവിക്കുന്നത് പോലെ തോന്നി. അഭി വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം അവിടെ നിന്നും മാറി. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. ഓ വന്നോ നശൂലം, നീ ഇത്രയും നേരം എവിടെ കറങ്ങി നടക്കുവായിരുന്നടി? ആർക്കറിയാം ഏതവൻ്റെ കൂടെ ആയിരുന്നെന്ന്. അമ്മ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനൊന്നും ചെവി കൊടുക്കാതെ ഞാൻ മുറിയിൽ കയറി വാതിലടച്ചു. അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണുനീർ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. അപ്പോഴും അവരുടെ വാക്കുകൾ എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇത്രയും നാൾ ഞാൻ അവളെ സഹിച്ചു, അത് ബാലേട്ടനുള്ളത് കൊണ്ട് മാത്രം. ഇനിയത് പറ്റില്ല. അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കാനാണ് ഞാൻ അവളെ നിന്നോട് പ്രേമിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ അവളെ ഒന്നും നിന്നെ വരുതിക്കാകാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. കഷ്ടം. ദേ, നിങ്ങൾ ഇങ്ങനെ എന്നെ മാത്രം കുറ്റം പറയണ്ട. നിങ്ങൾ കുറേ പറഞ്ഞു നോക്കിയതല്ലേ, എന്നിട്ട് എന്തായി? നിങ്ങൾക്ക് അവളെ ഒഴിവാക്കാനാണെങ്കിൽ അവളോടെല്ലാം തുറന്നു പറഞ്ഞാൽ പോരെ? അവളായിട്ട് മാറിത്തരില്ലേ? പിന്നെ എൻ്റെ ആവശ്യം വരില്ലല്ലോ. അത് എനിക്കറിയാഞ്ഞിട്ടല്ലടാ. പക്ഷേ അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കരുത്. എൻ്റെ ബാലേട്ടൻ മരിക്കാൻ കാരണം അവളാണ്. അതിനവൾ അനുഭവിക്കണം. അതിനുവേണ്ടിയാ ഞാൻ നിന്നെ വരുത്തിച്ചത്. പെൺകുട്ടികളെ പ്രേമിച്ച് പാട്ടിലാക്കി വിൽക്കലല്ലേ നിന്റെ പണി. അതുകൊണ്ട് നീ തന്നെയാണ് അവൾക്ക് യോജിച്ച വരൻ. നിങ്ങൾ അവളുടെ അമ്മയല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ? ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ. ആരുടെ അമ്മ? ഞാൻ അവളെ പ്രസവിച്ചതൊന്നുമല്ല. എനിക്കങ്ങനെ ഒരു മകളുമില്ല. എൻ്റെ ബാലേട്ടൻ അവളെ എവിടുന്നോ കിട്ടി, ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞതാ വേണ്ടത്, കേട്ടില്ല. സ്വന്തം മകളായി വളർത്തി. അവളുടെ മുന്നിൽ ഞാൻ സ്നേഹമായി നിന്നെങ്കിലും എനിക്കവളെ കാണുന്നതേ ഇഷ്ടമല്ലാണ്ടായി. അവളോടുള്ള എൻ്റെ ഇഷ്ടക്കുറവ് ബാലേട്ടൻ നന്നേ അറിയാമായിരുന്നു. ഒരിക്കലും അതേ ചൊല്ലി ഞാനും ബാലേട്ടൻ തമ്മിൽ വഴക്കായി. അതിനിടയിൽ എനിക്ക് പറ്റിയൊരു കൈപ്പിഴ. അങ്ങനെയാണ് ബാലേട്ടൻ മരിച്ചത്. അവളാണ് കാരണം. ആ അസത്ത്, അവളെ ഞാൻ വെറുതെ വിടണോ? എങ്ങനെയും അവളെ നശിപ്പിക്കണം, അതുമാത്രമായിരുന്നു എൻ്റെ ചിന്ത. അതിനുവേണ്ടിയാണ് പോലീസിൻ്റെ പിടികിട്ടാപ്പുള്ളിയായ നിന്നെ ആരും അറിയാതെ ഞാനിവിടെ എത്തിച്ചത്. മറ്റുള്ളവർക്ക് നീ ആ നാട് വിട്ടുപോയ ശാരദയുടെ മകൻ, ആർക്കും അറിയില്ലല്ലോ നിന്നെ. അപ്പോൾ നിങ്ങൾക്കിനി അവളെ വേണ്ട. എന്നാൽ ഞാനിനി എൻ്റേതായ വഴിക്ക് നോക്കട്ടെ അവളെ വീഴ്ത്താൻ പറ്റുമോ എന്ന്. ചേച്ചി 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 അകത്ത് എന്തെടുക്കുവാ? ഇതിപ്പോൾ എത്ര നേരമായി? ഒന്ന് പുറത്തേക്ക് വാ. അപ്പു വിളിച്ചപ്പോഴാണ് ഞാൻ ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. ബാത്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകി പുറത്തേക്ക് ചെന്നു. എന്താ അപ്പു, നീ എന്തിനാ എന്നെ വിളിച്ചത്? ഒന്നുമില്ല ചേച്ചി. ചേച്ചി അകത്ത് എന്തെടുക്കുകയായിരുന്നു? ഇത്രയും നേരം കാണാത്തതുകൊണ്ട് വിളിച്ചതാ. ചെറിയൊരു തലവേദന, ഞാൻ ഒന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് കയറി വാതിലടച്ചു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കെൻ്റെ കണ്ണുകളെ തടയാനായില്ല. ഇത്രയും നാൾ അമ്മയായി കണ്ടത് അമ്മയല്ല എന്നറിഞ്ഞതിനേക്കാൾ വേദന അവർ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നറിഞ്ഞപ്പോഴായിരുന്നു. കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത്, ഉസ്മാനിക്കയ്ക്ക് എല്ലാം അറിയാൻ പറ്റും. പണ്ട് മുതലുള്ള അച്ഛൻ്റെ ചെങ്ങാതിയല്ലേ. എന്തായാലും നാളെ ആവട്ടെ, എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കണം. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു റെഡിയായി വീട്ടിൽ നിന്നിറങ്ങി. ഉസ്മാനിക്കയെ കാണണം. ഉസ്മാനിക്ക, ഇത് ഞാനാണ് മഹിത. ഇക്ക ഇവിടെ ഇല്ലല്ലോ മോളെ. നബീസിത്തിയായിരുന്നു അത് പറഞ്ഞത്. എന്തു പറ്റും മോളെ? എന്താ ഇത്ര രാവിലെ? ഉസ്മാനിക്ക എവിടെ പോയി? എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു. മോളെ, കോയമ്പത്തൂർ പോയതാ. വരാൻ 2 ആഴ്ച എടുക്കും. എന്താ മഹി, എന്താണേലും എന്നോട് പറയാലോ നിനക്ക്. ഞാനെല്ലാം നബീസത്തിനോട് പറഞ്ഞു. എനിക്ക് ഉസ്മാനിക്കയെ കാണണം. ഇക്കയ്ക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. മോളെ മഹി, നീ കേട്ടതൊക്കെ നേരാ. നീ അവരുടെ മകളല്ല. നിന്നെ 3 വയസ്സുള്ളപ്പോഴാണ് ആ ഉസ്മാനിക്കയ്ക്ക് കിട്ടുന്നത്. ബാലനും ഇക്കയും ഒരു ഉത്സവത്തിന് പോയപ്പോഴായിരുന്നു അത്. ബാലൻ കുട്ടികളില്ലാത്തത് കൊണ്ട് നിന്നെ ബാലൻ മകളായി വളർത്തി. പക്ഷേ സുഭദ്രാമ അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് അറിയില്ലായിരുന്നു. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇക്ക വരട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം. ഉസ്മാനിക്കയ്ക്ക് എന്തൊക്കെയോ അറിയാം. മോളിപ്പോൾ ധൈര്യത്തോട് പോയിക്കോ. എന്തായാലും ഉസ്മാനിക്ക വരട്ടെ. അതും പറഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എന്നത്തേനേക്കാളും ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ജോലിക്കെത്തി.
വസുന്ധരാമ്മയുടെ മുറിയിലെത്തിയപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ വർത്തമാനം കേട്ടു. ആ, മോളെത്തിയോ? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഇങ്ങ് അടുത്തു വാ. ഇത് അച്ചുവാണ്. ഹായ് ചേച്ചി, ഞാൻ അർച്ചന. എല്ലാവരും അച്ചു എന്ന് വിളിക്കും. ഈ അമ്മയുടെ ഏകപുത്രി മഹിത. മഹി അങ്ങനെയല്ലേ എല്ലാവരും വിളിക്കുന്നത്? എൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ കെയർ ടേക്കർ, അമ്മയുടെ മഹിമോള്. ചേച്ചിയെപ്പറ്റി പറയുമ്പോൾ 100 നാവാ അമ്മയ്ക്ക്. ചേച്ചിയെപ്പറ്റി പറയുന്നത് കേട്ടു കാണാൻ ഓടി വന്നതാ ഞാൻ. എന്തു തന്നെയാണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മയെ പഴയതുപോലെ തിരിച്ചു തന്നതിന്. അച്ചു അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തമ്മിൽ കൂട്ടായി. അച്ചുവിന് എന്നെ വലിയ ഇഷ്ടമായി. മഹിതേച്ചി വാ, ഞാൻ ചേച്ചിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. അതും പറഞ്ഞ് അവൾ എന്നെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ആരോ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, മനുവേട്ടാ, ദേ ഇതാ അമ്മ പറഞ്ഞ ചേച്ചി. അച്ചു വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടതും അയാളൊന്ന് ഞെട്ടി. ഒപ്പം ഞാനും. നിങ്ങൾക്ക് രണ്ടാൾക്കും നേരത്തെ അറിയോ? ഞങ്ങളുടെ മുഖം കണ്ടിട്ടാവണം അവൾ അങ്ങനെ ചോദിച്ചത്. പറയേട്ടാ, മനുവേട്ടന് ചേച്ചിയെ നേരത്തെ അറിയാവോ? അച്ചുവിൻ്റെ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്ത പോലെ അയാൾ അകത്തേക്ക് പോയി. ചേച്ചി പറ, എങ്ങനെ അറിയാം മനുവേട്ടനെ? അച്ചു അത് പിന്നെ ആദ്യമൊന്നും അടിച്ചെങ്കിലും അച്ചുവിനോട് കാര്യം പറഞ്ഞു. അത് കേട്ടതും അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ചേച്ചിയാണല്ലേ ഏട്ടനുമായി വഴക്കുണ്ടാക്കിയത്? അതും പറഞ്ഞ് അവൾ വീണ്ടും ചിരിച്ചു. ചേച്ചിക്കറിയോ, അന്ന് ചേച്ചിയുമായി വഴക്കുണ്ടാക്കിയ ദിവസം അമ്പലത്തിൽ നിന്ന് വന്ന് ഏട്ടൻ ആദ്യം എന്തൊക്കെയോ പിറുപിറുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അച്ഛനും ഞാനും കൂടി കാര്യം തിരക്കിയപ്പോഴാണ് ഏട്ടൻ ഇത് പറഞ്ഞത്. കേട്ടപ്പോൾ എനിക്ക് ചിരി നിർത്താനായില്ല. എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടായത്? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. എന്നിട്ടൊന്നുമില്ല. ഏട്ടൻ ചേച്ചിയെ കുറേ ചീത്ത പറഞ്ഞു. ചേച്ചിയെ കണ്ടാൽ വലിച്ചീറി ഭിത്തിയിൽ ഒട്ടിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അച്ചു പറഞ്ഞത് കേട്ട് എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഇനി അബദ്ധത്തിലെങ്ങാനും അങ്ങേരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ എൻ്റെ ദേവി ഓർക്കാൻ കൂടി വയ്യ. ഏട്ടന് വട്ട ചേച്ചി. ദേഷ്യം വന്നാൽ കണ്ണ് കാണില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കില്ല. ആദ്യമായിട്ടാ ഒരാൾ ചേട്ടനോട് എതിർത്ത് സംസാരിക്കുന്നത്. ചില നേരത്തെ ഏട്ടൻ്റെ വർത്തമാനം കേട്ടാൽ ആർക്കായാലും ദേഷ്യം വരും. അച്ചു, ഇനി നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ എങ്ങനെയെങ്ങനെ ചെയ്യുമോ? അന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി പേടിക്കണ്ട, ഏട്ടനൊന്നും ചെയ്യില്ല. ഞാനല്ലേ കൂടെ, പിന്നെന്തിനാ പേടിക്കുന്നേ? അച്ചു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. എങ്ങാനും ഞാൻ ഒറ്റയ്ക്ക് ആ കടുവയുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാ. പിന്നെ കുറച്ച് ദിവസം അങ്ങേരുടെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കി. വീട്ടിലെ അവസ്ഥയ്ക്ക് ദിവസം ചെല്ലുന്തോറും നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അമ്മയ്ക്ക് എന്നോട് ദേഷ്യം കൂടുന്നതല്ലാതെ കുറഞ്ഞില്ല. എപ്പോഴും ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും. പിന്നെ പിന്നെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു. അപ്പു വന്ന് വിളിച്ചാലും എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഭക്ഷണവും മരുന്നും കഴിച്ച് അമ്മ നല്ല ഉറക്കമാണ്. ഞാനും അച്ചുവും ഒപ്പം ഇരുന്നാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അച്ചു മുറിയിലേക്ക് പോയി. പ്രതാപ് സാർ സ്ഥലത്തില്ല. ഏതോ കേസിൻ്റെ കാര്യത്തിനായി പോയതാണ്. കടുവയും വീട്ടിലില്ല. അമ്മ നല്ല ഉറക്കമാണ്. കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്കാമെന്ന് കരുതി ഞാൻ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഡേ, ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു ആ കടുവ. എൻ്റെ ദേവി, ഇങ്ങനെ പുറത്തു പോയതല്ലേ? ഇതെപ്പോൾ തിരിച്ചു വന്നു? ഇന്നത്തോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. നിനക്കെന്താ ഇവിടെ കാര്യം? അത് പിന്നെ ഞാൻ അമ്മ അങ്ങേരെ കണ്ടതും എൻ്റെ ധൈര്യമെല്ലാം പോയി. അന്ന് അമ്പലത്തിൽ വെച്ച് ഭയങ്കര നാക്കായിരുന്നല്ലോ. പുലിയെപ്പോലെ നിന്ന് ചീറുവായിരുന്നല്ലോ. ഇപ്പം എന്തേ പോച്ചയെ പോലെ നിൽക്കുന്നത്? നിന്റെ നാക്കിറങ്ങിപ്പോയോ? നിന്നെ വെറുതെ വിടരുതെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാ. പിന്നെ പെണ്ണല്ലേ പോട്ടെ എന്ന് വെച്ചിട്ടാ. ഇല്ലേ കാണായിരുന്നു. ഏട്ടൻ എന്തിനാ പാവത്തിന് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അതും പറഞ്ഞ് അച്ചു അങ്ങോട്ട് വന്നു. ചേച്ചി പാവമല്ലേ ഏട്ടാ? മനുവേട്ടൻ എന്തിനാ വെറുതെ ചേച്ചിയുടെ മെക്കിട്ട് കയറുന്നത്? ഏട്ടനല്ലേ നോക്കാതെ ചേച്ചിയെ മറിച്ചിട്ടത്? അതുപോരാത്തതിന് ചേച്ചിയെ വഴക്കും പറഞ്ഞു. അത് കഴിഞ്ഞില്ലേ? പിന്നെ അതും പറഞ്ഞ് വീണ്ടും ചേച്ചിയെ വഴക്കു പറയുവാ. ചേച്ചി പാവമല്ലേ ഏട്ടാ? അച്ചു, നീ ഇതിലിടപെടണ്ട. നിന്നെ പിന്നെ നീ പറഞ്ഞതുപോലെ ഇവൾ അത്രയ്ക്ക് പാവമൊന്നുമല്ല. ഇവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇവൾക്ക് ഒരെല്ല് കൂടുതലാണ്. ഈ പറയുന്ന ഏട്ടനും അത്രയ്ക്ക് മോശമൊന്നുമല്ലല്ലോ. ചേച്ചിക്ക് ഒരെല്ല് കൂടുതലാണെങ്കിൽ ഏട്ടന് 2 അല്ല് കൂടുതലാണ്. ചേച്ചി വെറുതെ വിട്ടേക്കേട്ടാ. അവൾക്ക് സ്വന്തം കൂടപ്പിറപ്പിനോടല്ല, കണ്ണി കണ്ടവളുമാരോടാ കൂറ്. അച്ചു, നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്.
ഇല്ലേ നീ ഇനി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സർ, സോറി. ഞാനന്ന് അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. സോറി. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. പിന്നീട് ആരവ് സാറിൻ്റെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കും. അങ്ങേരുള്ള ഭാഗത്തേക്ക് ഒന്ന് നോക്കുക പോലുമില്ല. എന്തിനാണ് വെറുതെ ട്രെയിനിൻ്റെ അടിയിൽ തല വയ്ക്കുന്നത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നതുപോലെ അർണവ് മനു പ്രതാപ് മഹിതയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അച്ചു പറയുന്നത് കേൾക്കാം. ഇപ്പോൾ വസുന്ധരാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. വാക്കിംഗ് സ്റ്റിക്കിൽ നടക്കാൻ തുടങ്ങി. കുറച്ചു നാളുകൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ഉള്ളതുപോലെ മൈൻഡ് എപ്പോഴും സന്തോഷത്തോടെ വെക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ചെമ്പകശ്ശേരിയിൽ നിന്നും പോകാൻ തോന്നാറേയില്ല. ചെമ്പകശ്ശേരി, അതാണ് പ്രതാപ് സാറിൻ്റെ വീടിൻ്റെ പേര്. നല്ലൊരു അമ്മയായി വസുന്ധരാമയും നല്ലൊരു അനുജത്തിയായി അച്ചുവും ഒക്കെ ഉള്ളപ്പോൾ എനിക്കിത് സ്വർഗം പോലെയാണ്. എങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ.